സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമല ഗോവിന്ദ് എഴുതിയ നോവൽ പൊൻചിരാത്. എന്നതാ മണി ചേച്ചി ഞാൻ ഈ കേൾക്കുന്നേ? കൂടെ താമസിക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കാന്നും പറഞ്ഞ് നിലവിളിച്ചിട്ടല്ലേ എൻ്റെ മോളിങ്ങോട്ട് താമസിക്കാൻ വന്നത്. എന്നിട്ട് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ഇവിടെ ഇട്ട് തല്ലുവാണോ? സുമിത്ര വല്ലാത്ത കുറ്റപ്പെടുത്തലോടെ മണിയമ്മയെ നോക്കി. 2 പെൺമക്കള് നിങ്ങൾക്ക് ഉള്ളതല്ലേ മണി ചേച്ചി? അവർ കൊണ്ടുവരുന്ന തുണിത്തരങ്ങളും മറ്റും നോക്കി നിൽക്കുകയായിരുന്ന മണിയമ്മ തെല്ലമ്പരന്നു. ദീപുവുള്ള തല്ലിയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ സുമിത്രേ, മണിയമ്മ പറഞ്ഞു. പ്രിയ അക്കാര്യം മണിയമ്മയോടോ അച്യുതൻകുട്ടിയോടോ പറഞ്ഞില്ല. പകരം സുമിത്രയെ വിളിച്ച് വിശദമായി പറഞ്ഞു കൊടുത്തിരുന്നു. എന്നാലും മകനെ മകളെ നിർബന്ധിച്ച് വിളിച്ചുകൂടെ താമസിപ്പിച്ചിട്ട് തീൻമേശയിൽ വെച്ച് കണക്ക് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് മോശാ മണി ചേച്ചി, സുമിത്ര വീണ്ടും കുറ്റപ്പെടുത്തി. തീൻമേശയിൽ വെച്ച് ഇവിടെ ആരും കണക്ക് പറഞ്ഞില്ല സുമിത്രേ. അത് പുറത്തുനിന്ന് കയറി വന്ന അച്യുതൻകുട്ടിയുടെ വാക്കുകളായിരുന്നു. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് നന്നേ വിയർത്ത് അയാളുടെ പാൻസിലും ഷർട്ടിലും നനവുണ്ടായിരുന്നു. ചേട്ടൻ വന്നോ? സുമിത്ര അയാൾക്ക് നേരെ തിരിഞ്ഞ് ലോഹ്യം ഭാവിച്ച് ചിരിച്ചു. എൻ്റെ കഴിവനുസരിച്ചുള്ളതൊക്കെ ഞാൻ ഒരുക്കുന്നുണ്ട്. അത് പോരെന്ന് തോന്നുന്നവർ സ്വയം ഉണ്ടാക്കി കഴിക്കാം. അച്യുതൻകുട്ടി പാതി കാര്യമായും പാതി തമാശ രൂപേണയും പറഞ്ഞു. എനിക്ക് പ്രായം താഴോട്ടല്ല സുമിത്രേ, മേൽപോട്ടാ. ജീവിതകാലം മുഴുവൻ മക്കൾക്ക് ചെലവിന് കൊടുത്തേക്കാമെന്ന് എനിക്കങ്ങനെ ഒരു നേർച്ചയൊന്നുമില്ല, അച്യുതൻകുട്ടി പറഞ്ഞു. മണിയമ്മയോടൊപ്പം അകത്തേക്ക് നീങ്ങുമ്പോൾ സുമിത്ര കൊണ്ടുവന്ന ബിഗ് ഷോപ്പറിലും ടെക്സ്റ്റൈൽസ് പാക്കറ്റിലും അയാളൊന്ന് നോക്കി. എന്നിട്ട് ഊറിച്ചിരിച്ചു. പ്രിയയുടെയും സുമിത്രയുടെയും മുഖത്ത് ഒരു ആശങ്കയുണ്ടായി. നിന്റെ അമ്മായി അച്ഛന് എന്തേലും സംശയമുണ്ടോടി? റൂമിലെത്തി വാതിലടച്ച പ്രിയയോട് സുമിത്ര ചോദിച്ചു. അമ്മ പാവുമ്മ, കൺമുന്നിൽ വെച്ച് എന്തെങ്കിലും കാട്ടിയാലും മനസ്സിലാവില്ല. പക്ഷേ അച്ഛൻ അങ്ങനെയല്ലാമേ, കിഴിഞ്ഞ ബുദ്ധിയാ, നമ്മൾ സൂക്ഷിക്കണം. എങ്കിലൊരു കാര്യം കൂടി അമ്മ പറഞ്ഞു തരാം. സുമിത്ര ശബ്ദം തീരെ താഴ്ത്തി. ദീപുവിനോട് പറഞ്ഞ് എത്രയും വേഗം ഈ വീടും പറമ്പും അവൻ്റെയും കുഞ്ഞിൻ്റെയും പേരിലോട്ടാക്കാൻ നോക്ക്. അല്ലെങ്കിൽ സാമർഥ്യമുള്ളവര് കിള്ളിപ്പറിച്ച് മേടിച്ചെന്നിരിക്കും. എന്തായാലും ദീപേട്ടൻ ഒറ്റ മോനല്ലേ, ഇതിലിപ്പോ വേറെ ആർക്കും ഒരവകാശവും ഇല്ലമ്മേ, പ്രിയ തറപ്പിച്ച് പറഞ്ഞു. എടി മണ്ടി, സുമിത്ര ശാസിച്ചു. അയാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ, അല്ലാതെ പൂർവ്വ സ്വത്തൊന്നുമല്ല. അത് ശരിയാ, പെൺമക്കൾക്ക് കുറെ കൊടുക്കണമെന്ന് തോന്നിയാ കൊടുക്കാം. ഇവിടെ നിൽക്കുന്ന ദത്തു പെണ്ണില്ലേ പ്രഭ, അവൾക്ക് കുറച്ച് കൊടുക്കണമെന്ന് അയാൾക്ക് തോന്നിയാലും എഴുതി വെക്കാം. പ്രിയയ്ക്ക് അപ്പോഴാണ് ഒരപകട ഭീതി തോന്നിയത്. ശരിയാണ്, അച്ഛന് സ്വത്തിൻ്റെ കാര്യത്തിൽ സ്വന്തം തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. ഇനി അങ്ങേര് വേറെ ആർക്കും എഴുതി വെച്ചില്ലെന്ന് വെച്ചു, നാളെയോ മറ്റോ വല്ല അറ്റാക്കും വന്ന് ചത്തെന്നിരിക്കട്ടെ, സുമിത്ര ശബ്ദം തീരെ താഴ്ത്തി പറഞ്ഞു. പിന്നെ ഇതിൻ്റെ അവകാശം എല്ലാവർക്കും തുല്യ. പ്രഭയ്ക്കൂടെ കൊടുത്തേ തീരുമെന്ന് മണി ചേച്ചി ശടിച്ചു നിന്ന വീതം വെക്കൽ പോലും നടക്കുകയില്ല. നിനക്കൊരു വീതം പോലും കിട്ടാനും പോകുന്നില്ല. അതൊരു വലിയ സത്യമായി നടുക്കം പോലെ പ്രിയ അറിഞ്ഞു. അത് സംഭവിക്കരുത്. ആലോചിക്കണം, ആലോചിച്ച് തന്നെ തീരുമാനമെടുക്കണം. സുമിത്ര കയ്യിലിരുന്ന പേഴ്സ് തുറന്ന് ഒരു ബില്ലെടുത്ത് മകളെ ഏൽപ്പിച്ചു. എല്ലാം കൂടി 14,800 രൂപയായി. ബാങ്കിൽ നിന്നും അമ്മ 20,000 രൂപ എടുത്തുവല്ലേ? ബാക്കി എനിക്കിത്തിരി ആവശ്യമുണ്ട്, സുമിത്ര പറഞ്ഞു. അമ്മ തന്നെ ഇതൊക്കെ വാങ്ങിക്കൊണ്ടു വരാൻ പറഞ്ഞത് എന്തിനാന്ന് മനസ്സിലായോ? ഞാൻ വാങ്ങിക്കൊണ്ടു വന്ന് തന്നതാണെന്ന ക്രെഡിറ്റ് നിനക്ക് കിട്ടും. നീ വാങ്ങാൻ പോയാൽ ആ ചേട്ടനും ചേച്ചിക്കും എന്തേലും വാങ്ങേണ്ടി വരും. ആ കാശിൻ ലാഭം. അമ്മ അത് കൃത്യമായി മനസ്സിലാക്കിയല്ലോ. ഞാൻ നിന്റെ അമ്മയല്ലേടി? അതെ, പ്രിയ സന്തോഷത്തോടെ അലമാര തുറന്നു. ദീപുവിനെ കബളിപ്പിച്ച് സൂക്ഷിച്ചു വെച്ച പണം അത്രയും എടുത്ത് അവൾ സുമിത്രയെ ഏൽപ്പിച്ചു. ബാങ്കിലിട്ടോ, അമ്മയ്ക്ക് അത്യാവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. എന്നിട്ട് 2 മാസം കൂടെ കഴിയുമ്പോൾ മൊത്തം പണം എടുക്കണം. എന്തിനാ? ഒരു മാലയും 2-3 വളകളും അമ്മ വാങ്ങണം. എന്നിട്ട് എനിക്ക് കൊണ്ടുവന്ന് തരണം. അമ്മ തന്നതായിട്ടേ ഇവിടെയുള്ളവർക്ക് തോന്നൂ. അത് ഞാൻ ഏറ്റു മോളെ. സുമിത്രയ്ക്ക് സന്തോഷമായി, പൂർണ്ണ സന്തോഷം. വെള്ളിയാഴ്ച വൈകുന്നേരം ജ്യോതി തൊടുപുഴയിലെ ശ്രീനിലയത്തിലെത്തി. ശ്രീകുമാരി താഴെ തന്നെ ഉണ്ടായിരുന്നു. സ്കൂട്ടർ മുറ്റത്ത് വെച്ച് വിയർത്തൊളിച്ച് കയറി വന്ന മരുമകളെ അവർ അമ്പരപ്പോടെ നോക്കി. നീ എന്താ ജ്യോതി ഈ ആഴ്ച ഇങ്ങോട്ട് പോരാമെന്ന് വെച്ചത്? ശ്രീകുമാരി അത്ര താല്പര്യമില്ലാതെ ചോദിച്ചു. ജെയിൻ അങ്ങോട്ട് വരില്ലേ? വരണ്ടാന്ന് ഞാൻ പറഞ്ഞു. അതെന്താ? വെറുതെ ഈ ആഴ്ച ഇങ്ങോട്ട് വരണമെന്ന് എനിക്ക് തോന്നി. ശ്രീകുമാരി മറുപടി പറഞ്ഞില്ല. കലേച്ചി മുകളിലാണോ അമ്മേ? ജ്യോതി സ്നേഹത്തോടെ ചോദിച്ചു. ആ,
അവളുടെ തപസ് അവിടെയല്ലേ? ശ്രീകുമാരി അപ്പോഴും അലസതയോടെ പറഞ്ഞു. മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടായിട്ടെന്താ? ഞാൻ എപ്പോഴും താഴെ ഇങ്ങനെ ഒറ്റയ്ക്കാ. ജ്യോതിയ പരാതി കേട്ടു. പക്ഷേ മറുപടി പറഞ്ഞില്ല. കേട്ടില്ലെന്ന് ഭാവിച്ച് സ്റ്റെയർ കേസിന് നേർക്ക് നീങ്ങി. സ്റ്റെപ്പ് കയറുമ്പോൾ ജ്യോതി തീരുമാനിച്ചു, കലേച്ചി അവരാണ് തൻ്റെ തുറുപ്പ് ചീട്ട്. പ്രഭയും കലേഷുമായുള്ള അടുപ്പവും പ്രേമവും ആദ്യം അറിയേണ്ടത് കലേച്ചി തന്നെയാണ്. വെടിപ്പുരയ്ക്ക് തീയിട്ടതുപോലെ കത്തി പൊട്ടണം. അതാണ് തനിക്ക് വേണ്ടത്. അവളും കലേഷുമായുള്ളൊരു വിവാഹം, അത് നടക്കാൻ പാടില്ല. താൻ വന്ന് കയറിയ ഈ വീടിനേക്കാൾ വലിയ ഒരു ബന്ധവും സ്ഥാനവും അവൾക്ക് കിട്ടാൻ എന്തു വന്നാലും താൻ സമ്മതിക്കില്ല. സ്വന്തം റൂമിൽ തന്നെ ഉണ്ടായിരുന്നു കല. ടൗണിൽ നിന്ന് രാവിലെ വാങ്ങിക്കൊണ്ടുവന്ന ട്രെൻഡി ഫാഷൻ ഡ്രസ്സുകൾ പാക്കറ്റ് പൊട്ടിച്ച് അലമാരയ്ക്കുള്ളിൽ അടുക്കുകയാണവൾ. നീയോ? എപ്പോൾ വന്നു? ഒട്ടും താല്പര്യമില്ലായിരുന്നു കലയുടെ സ്വരത്തിൽ. ജ്യോതിക്ക് ആ താല്പര്യമില്ലായ്മയിൽ അമർഷമുണ്ടായി. എങ്കിലും അവൾ അത് ഭാവിച്ചില്ല. ഇത്തിരി നേരമായി. അവൾ പറഞ്ഞു, എന്താ വിശേഷിച്ച്? കലേച്ചിയെ കാണാൻ വന്നതാ. എന്നെയോ? പുച്ഛമായിരുന്നു കലയുടെ ഭാവം. ജ്യോതിയുടെ സ്വഭാവവും അവളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും തന്നോടുള്ള മത്സരവും ഒക്കെ കൃത്യമായി അറിയാൻ കലയ്ക്ക്. അതേ കലേച്ചി, അറിയേണ്ട കാര്യം മറ്റാരോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെന്താ ഞാൻ അറിയേണ്ട കാര്യം? എന്തായാലും പറയേ, കേൾക്കട്ടെ. കലേഷിനെ കുറിച്ചാ? എൻ്റെ കുട്ടുവിനെ കുറിച്ചോ? കല അവനെ വിളിക്കുന്നത് അങ്ങനെയാണ്. കലയേക്കാൾ 10 വയസ്സിന് ഇളയതാണ് കലേഷ്. അവൾ ചുമലിലിട്ട് ഓമനിച്ച് വളർത്തിയതാണ്. അവനോട് അവൾക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. അത് ജ്യോതിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണവൾ ഇന്ന് പുറപ്പെട്ടതും. അവനെക്കുറിച്ച് നിനക്കെന്താ പറയാനുള്ളത്? കലയുടെ സ്വരം തെല്ല അനിഷ്ടത്തോടെ കടുത്തു. കല തൻ്റെ പണിയും നിർത്തി. അവൾക്ക് നേരെ തിരിഞ്ഞു. കലയുടെ മുഖത്തെ ഗൗരവം ജ്യോതിക്കിഷ്ടമായി. തൻ്റെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിൽ ഒളിപ്പിച്ച് ജ്യോതി മെല്ലെ പറഞ്ഞു, എന്നാ പറയാനാ കലേച്ചി? ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങളാരും കരുതിയില്ല. എന്താ ജ്യോതി? അച്ഛനും അമ്മയും മരിച്ചുപോയ ഒരു പാവം പെണ്ണിനെ ഞങ്ങളെല്ലാവരും കൂടെ പാടുപെട്ട മെഡിക്കൽ കോളേജിൽ വിട്ട് പഠിപ്പിക്കുന്നേ. അതിനിപ്പോൾ എന്താ? കലേച്ചിയുടെ ആങ്ങള കാരണം ഇപ്പോൾ ആകെ നാശമാകുന്ന ലക്ഷണം. കലയുടെ മുഖത്ത് രോഷം തിങ്ങി. ജ്യോതി, സൂക്ഷിച്ച് സംസാരിക്കണം. നിന്റെ വേലത്തരം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. തിരിച്ചറിയാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം ഒതുങ്ങിയതാ ജയനെ ഓർത്ത്. കല ദൃഢസ്വരത്തിൽ പറഞ്ഞു. പക്ഷേ കുട്ടു എനിക്കെൻ്റെ കണ്ണനേക്കാളും കാർത്തികിനേക്കാളും പ്രിയപ്പെട്ടവനാ. അവനെക്കുറിച്ച് നീ അനാവശ്യം പറഞ്ഞാൽ അത് ഞാൻ ഒരാൾക്ക് വേണ്ടിയും സഹിക്കില്ല. നീ ഓർത്തു. എന്നാൽ പിന്നെ ഞാൻ പറയുന്നില്ല. ജ്യോതിയും എതിർത്തു. അത് വേണ്ട, നീ പറയാൻ വന്നത് പറഞ്ഞിട്ട് പോയാൽ മതി. കല കടുംപിടുത്തം പോലെ പറഞ്ഞു. കൂടുതൽ പറയാനൊന്നുമില്ല. കലേച്ചിയുടെ ആങ്ങള ഇപ്പോൾ കാറും എടുത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ചുറ്റിക്കറങ്ങുക, അവളെയും കൊണ്ട്. അത്ര തന്നെ. കല സ്തംഭിച്ചു നിന്നു. ജ്യോതിക്ക് ഉത്സാഹമായി. ഇക്കണക്കിന് പോയാൽ ഒന്നുകിൽ അവൻ അവളുടെ പഠിത്തം നിർത്തിയിട്ട് ഒരു താലിയും കെട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരും. അതല്ലെങ്കിൽ അവളെ വഴിവിഴപ്പിച്ച് കടന്നു കളയും. രണ്ടും ഞങ്ങൾക്ക് സമ്മതമല്ല. അത് പറയാനാണ് ഞാൻ വന്നത്. നിന്റെ സ്വന്തം തീരുമാനമാണോ അത് എല്ലാവരും കൂടി എടുത്ത തീരുമാനം ഇവിടെ അറിയിക്കാൻ നിന്നെ വിട്ടതാണോ? ജ്യോതി മിണ്ടിയില്ല. ജയനും ഉണ്ടോ നിന്റെ കൂടെ? ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് ചിക്കി ചികിയാൻ കലേച്ച് നിൽക്കണ്ട. എന്ത് വേണമെന്ന് തീരുമാനിക്ക്. എത്രയും വേഗം പൊന്നാങ്ങളയെ തിരിച്ചു വിളിച്ചോ. കാര്യം പറഞ്ഞു മനസ്സിലാക്കിക്കോ. മേലാൽ അവനെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് ഞാൻ കണ്ടുപോകരുത്. അത്രയേ ഉള്ളൂ. നീ നേരിട്ട് കണ്ട കാര്യമാണോ പറഞ്ഞത്? കല ചോദിച്ചു. എന്താ ഞാൻ പറഞ്ഞത് കലേച്ചിക്ക് വിശ്വാസമായില്ലേ? ജ്യോതി ചോദിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ അതിരമ്പുഴയിലാണ്. അറിയാലോ. സ്കൂൾ വിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് വഴിയാണ് വരുന്നത്. മിക്കവാറും എൻ്റെ സ്കൂട്ടറിൽ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നിന്ന് അവളെയും ഞാൻ കയറ്റാറുണ്ട്. ജ്യോതി പറയുന്നത് കള്ളമാണെങ്കിലും അത് കള്ളമാണെന്നിപ്പോൾ കലയ്ക്ക് തോന്നിയില്ല. അത് സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് അവൾ ശ്രദ്ധിച്ചു. കുറച്ച് ദിവസമായി ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഇവൻ്റെ കാർ അവിടെയുണ്ട്. അവളോട് ചോദിച്ചപ്പോൾ അവൾ എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. അവൾ എന്താ പറഞ്ഞത്? കലയുടെ സ്വരം കൂടുതൽ കടുത്തു. അവളെന്താ പറഞ്ഞതെന്ന് കലേച്ചി അറിയണ്ട. അവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. കലേച്ചി സ്വന്തം ആങ്ങളെ വരുതിക്ക് നിർത്തിയാൽ മാത്രം മതി. ഇനി ഒരിക്കൽ കൂടി ഇത് പറയാൻ എന്നെ ഇങ്ങോട്ട് വരുത്താതിരുന്നാൽ മതി. അപമാനം കൊണ്ട് കലയുടെ മുഖം ചൂളി. ജ്യോതി അത് നല്ലവണ്ണം ആസ്വദിച്ചു. ഒരുപാട് തവണ കല ജ്യോതിക്ക് നൽകിയിട്ടുള്ള അപമാനങ്ങൾ ഒന്നാകെ അവളുടെ നെഞ്ചിൽ കനലായി നിറഞ്ഞു നിന്നു.
എല്ലാറ്റിനും കൂടി തിരിച്ചൊറ്റയടി. ജ്യോതിക്ക് തിരിച്ചടിക്കാൻ കിട്ടിയ ആദ്യ അവസരം. ഇനിയും അവസരം വരും. ജ്യോതി ആ വടി തന്നെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കാൻ വേണ്ടി നെഞ്ചിനുള്ളിൽ തന്നെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് നിഗൂഢമായി ചിരിച്ചു. ലഞ്ച് സമയം. സോനുവിന് കാല് വയ്യാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് ചോറ് കൊണ്ടുവരും. ടൗണിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന 3-4 കുട്ടികളും കൊണ്ടുവരും. പ്രഭ അവരോടൊപ്പം ലഞ്ച് ബോക്സുമായി ഡൈനിങ് റൂമിലേക്ക് നീങ്ങുകയായിരുന്നു. കൃഷ്ണേ. അപ്പോഴാണ് ആ വിളി. അവൾ നിന്നു. ഡൈനിങ് റൂമിൻ്റെ വെളിയിൽ ബ്ലാക്ക് ഫോർഡ് ഐക്കൺ കാർ. അതിന്മേൽ ചാരി അവൻ. കലേഷ്. ഉറഞ്ഞ വിഷാദം പോലെ. കൃഷ്ണേ, എനിക്കല്പം സംസാരിക്കാനുണ്ട്, അവൻ പറഞ്ഞു. അവൻ്റെ വേഷം വൃത്തിയുള്ളതാണ്. ജീൻസും എംബ്രോയ്ഡറി വർക്കുള്ള കാറവർണ്ണത്തിൻ്റെ നിറമുള്ള ഷർട്ടും. പക്ഷേ പതിവ് പോലെ ജെൽ പുരട്ടി മുടി ഭംഗിയാക്കിയിട്ടില്ല, മുഖം മിനുക്കിയിട്ടില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന ഭയം അവളെയും പിടികൂടി. എങ്കിലും അവൾ നിഷേധാത്മക നിലപാടിൽ തന്നെ നിന്നു. ഇത് ഞങ്ങളുടെ ലഞ്ച് ടൈമാ കലേഷ്. എനിക്ക് ഉച്ച കഴിഞ്ഞ് ക്ലാസ്സുമുണ്ട്. ലഞ്ച് ടൈമിൽ നീ ഇറങ്ങുന്നതും കാത്താ ഞാൻ നിന്നത്. കലേഷ് ഇങ്ങനെ ഈ സമയത്ത് വരാൻ പാടില്ലായിരുന്നു. കൃഷ്ണേ, സോനു പറഞ്ഞു. അവന് പറയാനുള്ളത് എന്താന്ന് നീ കേൾക്ക്. അധിക സമയം നിന്ന് തർക്കിച്ച് കളയണ്ട. ഞങ്ങൾ ഡൈനിങ് റൂമിൽ കാത്തിരിക്കാം. സോനു മറ്റുള്ളവർക്കൊപ്പം നീങ്ങി. പ്രഭ ഒരു നിമിഷം നിന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. കൃഷ്ണേ, ഈ കാറിലേക്ക് കയറണം, അവൻ പറഞ്ഞു. എന്തിന്? നമുക്കല്പസമയം സ്വൈര്യമായിരുന്നു സംസാരിക്കാനുണ്ട്. അല്പദൂരം പോകാം. ഞാൻ വരില്ല. പിന്നെ എന്താണ് പറയാനുള്ളത്? അത് പറയേ, ഞാൻ കേൾക്കാം. എൻ്റെ കൂടെ കാറിൽ കയറിയിരിക്കാൻ നിനക്ക് ഭയമാണോ? ഒരു കാറ് കൊണ്ടുവന്നിട്ട് അതിൽ കയറാൻ പറഞ്ഞാൽ ഞാൻ ഉടനെ കയറുമെന്ന് കലേഷ് കരുതാൻ പാടില്ലായിരുന്നു, അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നീ കയറുമെന്ന് എനിക്ക് തോന്നി. അവൾ അവനെ ഒന്ന് നോക്കി. നിന്റെ നോട്ടം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ തോന്നൽ ശരിയല്ല എന്നല്ലേ? എനിക്ക് ലഞ്ച് കഴിക്കണം. വേഗം പറയ്. നമ്മുടെ കാര്യം വല്ലാത്തൊരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ് കൃഷ്ണേ. അവൻ്റെ സ്വരത്തിൽ നിരാശയോ സങ്കടമോ ഉണ്ടായിരുന്നു. നമ്മുടെ കാര്യം പ്രശ്നമായിരുന്നു? എന്ത് പ്രശ്നം? പ്രഭ അമ്പരന്നു. കലേഷ് എന്താണ് ഈ പറയുന്നത്? കൃഷ്ണേ, നമ്മുടെ കാര്യം കലേച്ചി അറിഞ്ഞെന്ന് അവൻ പറഞ്ഞു. കലേച്ചിയോ? പ്രഭയും നടുങ്ങിപ്പോയി. ആ സ്ത്രീയെക്കുറിച്ച് ജ്യോതിയുടെയും മണിയമ്മയുടെയും നാവിൽ നിന്ന് പ്രഭ നല്ലവണ്ണം കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അച്യുതൻകുട്ടിയും പറഞ്ഞിട്ടുണ്ട്. മമ്മായും ഡാഡിയും അറിഞ്ഞിട്ടില്ല. പക്ഷേ അവരെക്കാൾ അപകടകാരിയാ കലേച്ചി, അവൻ പറഞ്ഞു. കലേച്ചി എന്നെ മമ്മയേക്കാൾ കെയർ ചെയ്യുന്ന കൂട്ടത്തിലാ. പ്രഭ സ്തംഭിച്ചു നിന്നു. ഞാനും നീയും ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഈ കാറിനുള്ളിൽ കയറി ചുറ്റി നടക്കുകയാണെന്നും നമ്മൾ തമ്മിൽ മോശമായ ബന്ധമാണെന്നും ഒക്കെ കലേച്ചിയോട് ജ്യോതി ആൻറ്റി നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു. ജ്യോതി ആൻറ്റിയോ? പ്രഭ കൂടുതൽ നടുങ്ങി. ജ്യോതി ആൻറ്റി പറയുന്നതിലപ്പുറം ഒരു തെളിവും കലേച്ചിക്ക് വേണ്ട കൃഷ്ണേ. ജ്യോതി ആൻറ്റി പറയുന്നതിൽ എന്ത് തെളിവുണ്ടെന്നാ കലേഷ്? പ്രഭ ചോദിച്ചു. നമ്മൾ രണ്ടാളും കാറിൽ കയറിയിട്ടില്ല, ചുറ്റി നടന്നിട്ടില്ല. നമ്മൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. പിന്നെന്താ? എന്താ പറഞ്ഞത്? കലേഷ് അന്താളിച്ചു. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നോ? അതെ, അവൾ പറഞ്ഞു. അവൻ്റെ ഹൃദയം വേദനയുടെ ഒരു ഈർച്ചവാൾ കയറി പോയതുപോലെ രണ്ടായി പിളർന്നുപോയി. ഇവളെ കാണാൻ ഇനി ഇവിടെ വരാൻ പാടില്ലെന്നാണ് കലേച്ചിയുടെ കർശനമായ ഓർഡർ. ഇന്നലെ മുതൽ ഈർച്ചവാൾ ഏൽപ്പിച്ച നോവുമായി ഒരു നോക്ക് കാണാൻ കാത്തെത്തിയതാണ്. സ്നേഹത്തോടെ കാത്തിരിക്കാമെന്ന ഒരു വാക്ക് മാത്രം മതി. വേണ്ട, ഒറ്റ നോട്ടം മതി. താൻ കലേച്ചിയെ പോലും തോൽപ്പിക്കും, ഓടി വരും. പക്ഷേ അവൻ സംശയിച്ചു പോയി. ഇവളുടെ നെഞ്ചിൽ സൂചിമിന തുമ്പിനോളം പോലും താനില്ലേ കൃഷ്ണേ? അവൻ വിളിച്ചു. കരളിൻ്റെ വിളുമ്പ് പൊട്ടിയതുപോലെ അവൾ അത് തിരിച്ചറിഞ്ഞു. വേദനയുടെ സൂചിക്കുത്ത് അവളുടെ കരളിലുമുണ്ടായി. പക്ഷേ അവൾ അതൊട്ടും പ്രകടിപ്പിച്ചില്ല. നിസ്സംഗത മുഖത്ത് വരുത്തി അവനെ നോക്കി. കലേച്ചി എന്നോടെന്താ പറഞ്ഞതെന്ന് നിനക്കറിയോ? എന്താവുമെന്ന് ഞാൻ പറയാം, അവൾ പറഞ്ഞു. കലേഷ് മേലാൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വന്നുകൂടാ, എന്നെ കണ്ടുകൂടാ. അതാണല്ലേ? നിനക്കെങ്ങനെ മനസ്സിലായി? കലേഷിൻ്റെ ചേച്ചിക്ക് അതിലപ്പുറം ഒരു താക്കീത് തരാൻ വേറെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഉണ്ട്, പറയേ. അവൻ ആശയോടെ നിന്നു. കലേഷ്, നിങ്ങൾ ഇനി ഇവിടെ വരാൻ പാടില്ല. നമ്മൾ തമ്മിൽ കാണാനും പാടില്ല. അത് എനിക്കും ഇഷ്ടമല്ല. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എല്ലാം മുറിച്ചെറിഞ്ഞ പോലെ പറഞ്ഞിട്ട് ലഞ്ച് ബോക്സുമായി പ്രഭ വേഗം ഡൈനിങ് റൂമിന് നേർക്ക് ഓടി. കൃഷ്ണേ, പ്ലീസ്, അവൻ വിളിച്ചു. പക്ഷേ
അവനിൽ നിന്നും ഓടി അകലാനാണ് അവൾ വെമ്പിയത്. കുട്ടു തന്നെ അനുസരിക്കുമോ? താൻ പറഞ്ഞത് അവൻ കേൾക്കുമോ? കലയുടെ ഉള്ളിൽ അസ്വസ്ഥത പെരുകി. ശ്രീനിലയത്തിൻ്റെ മുകൾ തട്ടിൽ കലേഷിനെ കുറിച്ച് തന്നെ ഓർത്ത് അവൾ നിന്നു. പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി. മൊബൈൽ എടുത്തു. അവൻ ഇപ്പോൾ കോളേജിൽ തന്നെ ഉണ്ടോ എന്നറിയണം. അറിഞ്ഞേ തീരൂ. അവൾ കലേഷിൻ്റെ നമ്പർ എടുക്കാനൊരുങ്ങിയതും പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അവൻ കോളേജിൽ തന്നെ ഉണ്ടെന്ന് കള്ളം പറഞ്ഞാലോ? കലേഷിൻ്റെ ക്ലാസ്മേറ്റും ഫ്രണ്ടുമായ ഡൊമിനിക്കിനെ വിളിക്കാം. താൻ വിളിച്ചാൽ അവൻ സത്യമേ പറയൂ. കല ഡൊമിനിക്കിൻ്റെ നമ്പറിൽ വിളിച്ചു. കലേച്ചി, എന്താ വിശേഷം? ഡൊമിനി, കുട്ടുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ അവൻ്റെ കയ്യിൽ ഫോണൊന്ന് കൊടുക്ക്. കല വളരെ സൗഹൃദത്തോടെ പറഞ്ഞു. കുട്ടു, അവൻ ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ലല്ലോ കലേച്ചി, ഡൊമിനിക്ക് പറഞ്ഞു. വന്നിട്ടില്ലേ? കലയുടെ ഒന്നുലഞ്ഞു രോഷം കൊണ്ട്. എങ്കിലും അത് പ്രകടിപ്പിക്കാതെ അവൾ പറഞ്ഞു. എങ്കിൽ ഡാഡിയുടെ ഒപ്പം ഉണ്ടാവും, ഞാൻ വിളിച്ചോളാം. അവൾ കോൾ കട്ടാക്കി. എന്നിട്ട് ഒരു നിമിഷം അതിലേക്ക് തന്നെ നോക്കി നിന്നു. തൻ്റെ സംശയം ശരിയാണ്. തൻ്റെ വിലക്ക് അവൻ വകവെച്ചിട്ടില്ല. അവൻ്റെ കുഴപ്പമല്ല, ഇത് പ്രായത്തിൻ്റെ തകരാറാണ്. പ്രണയം അവൻ്റെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നു. ആ പെണ്ണ് അവനെ അത്രയേറെ വശീകരിച്ചിട്ടുണ്ട്. അത് തടഞ്ഞേ പറ്റൂ. കല വേഗം മൊബൈലിൽ നാവിഗേഷൻ നോക്കി. കോളേജിൽ ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എവിടെയാണ് ഈ സമയത്തെന്ന് അറിഞ്ഞേ പറ്റൂ. ഊഹം ശരി തന്നെ. അവൻ കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെയുണ്ട്. കലയ്ക്ക് മനസ്സിലായി. തൻ്റെ താക്കീത് അവൻ വകവെച്ചിട്ടില്ല. അവനത് വകവെക്കുകയുമില്ല. അതിൻ്റെ തെളിവാണിത്. താൻ തടഞ്ഞിട്ടും അവൻ അവിടെ വീണ്ടും പോയിരിക്കുന്നു അവളെ കാണാൻ. അത് അപകടമാണ്. തടഞ്ഞേ പറ്റൂ. കല വീണ്ടും തൻ്റെ റൂമിനുള്ളിലേക്ക് കയറി. ഡ്രസ് മാറ്റി കാറിൻ്റെ കീ എടുത്തു. അതുമായി വേഗം താഴെ എത്തി. ഡ്രോയിങ് റൂമിലിരുന്ന് TV കാണുകയായിരുന്ന ശ്രീകുമാരി അവളെ ശ്രദ്ധിച്ചു. നീ ഇതെവിടെ പോണു മോളെ? ഡാഡി വിളിച്ചു. വീട് വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. കല ഒരു കള്ളം പറഞ്ഞു. ജ്യോതി വന്ന് പറഞ്ഞ വിവരം കല ശ്രീനിലയത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല. രതീഷിനോട് പോലും. ജ്യോതിയും അക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കല പറഞ്ഞ കള്ളം ശ്രീകുമാരി വിശ്വസിച്ചു. എന്നാൽ പിന്നെ പോയിട്ട് വാ. അവർ TV-യിലേക്ക് തന്നെ മിഴികൾ തിരിച്ചുകൊണ്ട് പറഞ്ഞു. കല അപ്പോഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. കല ശാന്തി മന്ദിരത്തിലെത്തുമ്പോൾ ചന്ദ്രികാമ കൊടുത്ത 4 മണി ചായയും സ്നാക്സും കഴിച്ച് ഓഫീസിലേക്ക് പോകാൻ തയ്യാറാകുകയായിരുന്നു ഗംഗാധരൻ. കലയുടെ കാർ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ഇരുവരും കണ്ടു. മോൾ എന്താ ഈ സമയത്ത്? വരുന്ന വിവരം അവൾ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ, ചന്ദ്രികാമ പറഞ്ഞു. കല. അകത്തേക്ക് കയറി വന്ന മകളെ ഗംഗാധരൻ അതീവ വാത്സല്യത്തോടെ വിളിച്ചു. മകളെ അയാൾക്ക് ജീവനാണ്. അമിതമായി ഓമനിച്ച് തന്നെയാണ് അവളെ വളർത്തിയതും. അയാൾ മകളെ ചേർത്ത് പിടിച്ചു. നിന്റെ മുഖത്ത് ഒരു ഗൗരവമുണ്ടല്ലോ മോളൂ. ഞാൻ അത്യന്തം ഗൗരവമുള്ള ഒരു കാര്യം ഡാഡിയോട് പറയാൻ തന്നെ വന്നതാണ്. എന്താ മോളെ? മകളുടെ മുഖത്തും ശബ്ദത്തിലും ഉണ്ടായ ഗൗരവം ചന്ദ്രികാമയും ശ്രദ്ധിച്ചു. നമ്മുടെ കുട്ടുവിനെക്കുറിച്ചാ മമ്മ. കുട്ടുവിനെക്കുറിച്ചോ? അതെ. കലയുടെ ശബ്ദം കനത്തു. ജ്യോതി വന്ന് പറഞ്ഞത് മുതൽ ഇപ്പോൾ താൻ കണ്ടെത്തിയ വിവരം വരെ അവൾ രണ്ടാളോടും വിവരിച്ചു പറഞ്ഞു. അവൻ ചെറിയ കുട്ടിയല്ലേ മോളെ? കാര്യം മുഴുവൻ കേട്ടെങ്കിലും ചന്ദ്രികാമ പറഞ്ഞു. അവൻ മെഡിക്കൽ കോളേജിൽ പോയി എന്ന് കരുതി അതാ പെങ്കൊച്ചിനെ തന്നെ കാണാനെന്ന് ആരാ പറഞ്ഞത്? ആരും പറയണ്ട, കല ഉറപ്പിച്ചു പറഞ്ഞു. അവൻ പോയത് അവളെ കാണാൻ തന്നെയാണ്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ചന്ദ്രികാമ ഭർത്താവിനെ നോക്കി. നമ്മുടെ മോൻ പോയത് അവളെ കാണാൻ തന്നെയാണ്. കല പറയുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ട് പിന്നിൽ കൈകൾ കെട്ടി ഗൗരവത്തിൽ നിന്നിരുന്ന ഗംഗാധരൻ പറഞ്ഞു. ശബ്ദം സൗമ്യമായിരുന്നു. പക്ഷേ ആ ശബ്ദത്തിനുള്ളിൽ ഒരു അലകടൽ ഇരമ്പുന്നതും ചന്ദ്രികാമ അറിഞ്ഞു. അവരിൽ ആ ശബ്ദം തെല്ല് ഭയമുണ്ടാക്കി. ദേഷ്യം വരുമ്പോഴും ഉള്ളിൽ അമർഷം ഇരമ്പുമ്പോഴും ഗംഗാധരൻ്റെ ശബ്ദം സൗമ്യമായിരിക്കും. ഡാഡിക്കും മകൾക്കും ഒരേ സ്വഭാവമാണ്. പക്ഷേ കലയുടെ മുഖത്ത് രോഷം തന്നെ കാണുമെന്ന് മാത്രം. കലേഷിൻ്റെ കാർ ശാന്തി മന്ദിരത്തിൻ്റെ ഗേറ്റ് കടന്നപ്പോഴേ അവൻ കണ്ടു. മുറ്റത്ത് കലേച്ചിയുടെ കാറുണ്ട്. അത് ശ്രദ്ധിച്ചപ്പോഴേ അവൻ അപകടം മനസ്സിലായി. കലേച്ചി തന്ന താക്കീത് താൻ വകവെച്ചില്ല. കോളേജിൽ ഇനി പോകരുതെന്നും അവളെ കാണരുതെന്നും ശക്തമായി തന്നെ താക്കീത് ചെയ്തതാണ്. അത് തെറ്റിച്ചത് അറിഞ്ഞിട്ടുള്ള വരവാണ്. കലേച്ചിയേക്കാൾ അപകടകാരിയാണ് തൻ്റെ ഡാഡി ഗംഗാധരൻ. അത് നന്നായി അറിയാം. ഒരു കരുതലോടെ തന്നെയാണ് അവൻ ഹാളിലേക്ക് കയറി വന്നത്. ശരിയാണ്, ചുവന്ന മുഖവുമായി തന്നെയാണ് കലേച്ചിയുടെ നിൽപ്പ്. പക്ഷേ ഒരു കാര്യം അവൻ ശ്രദ്ധിച്ചു. ഡാഡിയും മമ്മായും ശാന്തരാണ്. എടാ കുട്ടു,
കല രോഷത്തോടെ തന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ നിന്നു. നിന്നോട് മെഡിക്കൽ കോളേജിൽ പോകരുതെന്നും അവളെ കാണരുതെന്നും പറഞ്ഞതല്ലേടാ? അവൾ അവനെ പിടിച്ചു നിർത്തി. പിന്നെ നീ എന്തിനു പോയടാ? പറ കുട്ടു. മകൻ്റെ തോളിൽ തഴുകിക്കൊണ്ട് അലിവോടെ ചന്ദ്രമതി ചോദിച്ചു. ഈ കേൾക്കുന്നതൊക്കെ നേരാണോടാ? അല്ലമ്മേ, ഈ കലേച്ചി വെറുതെ. അവൻ ചന്ദ്രമതിയുടെ അടുത്ത് ചേർന്ന് നിന്ന് കൊഞ്ചിൽ അഭിനയിച്ച് ചോദിച്ചു. ഞാൻ എന്തിനാ മെഡിക്കൽ കോളേജിൽ പോകുന്നത്? അമ്മയ്ക്ക് എന്തു തോന്നുന്നു? എടാ. ഗംഗാധരൻ മകൻ്റെ നേർക്ക് നീങ്ങി. അവൻ അഭിമുഖമായി നിന്നു. നിന്റെ അഭിനയമൊക്കെ നിന്റെ അമ്മയുടെ അടുത്ത് മതിയടാ മോനെ. അയാളുടെ മുഖത്ത് മകനോടുള്ള സ്നേഹം പുഞ്ചിരിയായി നിന്നിരുന്നു. പക്ഷേ ഈ ഡാഡിയോട് വേണ്ട. നിന്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ഈ ഡാഡിക്ക് കഴിയില്ലെന്ന് കരുതിയോടാ? അയാൾ പറഞ്ഞു. നീ ഇന്ന് മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. ആ പെൺകുട്ടിയെ കണ്ടിരുന്നു, ശരിയല്ലേടാ? ഡാഡി, അത് കലേഷിൻ്റെ മുഖത്ത് ഒരു ചമ്മലുണ്ടായി. നീ ഞങ്ങളുടെ ഒറ്റ മോന. മോളൂന് ശേഷം 10 വർഷം ഞങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടിയ നിധിയാ നീ. നിന്റെ ഒരിഷ്ടവും ഈ ഡാഡി സാധിക്കാതിരുന്നിട്ടില്ല, അയാൾ പറഞ്ഞു. കല അന്താളിച്ചു. അത് ഡാഡി, ഡാഡി എന്താണ് ഈ പറയുന്നത്? അവൾ ഇടയ്ക്ക് കയറി പറയാൻ ശ്രമിച്ചു. നീ ഒന്നും പറയണ്ട മോളൂ. ഗംഗാധരൻ അവളെ തടഞ്ഞു. നീ പറഞ്ഞതൊക്കെ ഞാനും ചന്ദ്രമതിയും കേട്ടു. നീ പറഞ്ഞതിൽ കാര്യവുമുണ്ട്. പക്ഷേ കുട്ടുവിൻ്റെ സന്തോഷം അത് നമ്മുടെയും സന്തോഷമാണ്. അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ മോളൂ? കല മറുപടി പറഞ്ഞില്ല. ഡാഡിയോട് എതിർക്കാൻ വയ്യ. അതുകൊണ്ട് അവൾ നിശബ്ദം പല്ല് കടിച്ചു പിടിച്ചു. മോനെ, കലേഷിൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് ഗംഗാധരൻ പറഞ്ഞു. നീ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. അവൾ പഠിച്ച് ഒരു ഡോക്ടറായി കഴിഞ്ഞ് വിവാഹം കഴിച്ച് നിന്റെ ഭാര്യയാക്കുകയാണ് നിന്റെ ആഗ്രഹമെന്നും എനിക്കറിയാം. പക്ഷേ കലേഷ് ഡാഡിയെ നോക്കി. അവൾ ഒരു ഡോക്ടറാകുമെന്ന് നിനക്കുറപ്പുണ്ടോ? അവൾ മെഡിസിന് പഠിക്കുകയല്ലേ അച്ഛാ? പക്ഷേ അവൾ അച്ഛനും അമ്മയും മരിച്ച ഒരനാഥയാണ്. മെറിറ്റിൽ സീറ്റ് കിട്ടിയതുകൊണ്ട് പഠിക്കാൻ ചേർന്നു, സത്യം. പക്ഷേ അവൾ ക്ലാസ് പൂർത്തിയാക്കുമോടാ? ഡോക്ടറാകുമോ? നിനക്കുറപ്പുണ്ടോ? ഡാഡി എന്താ അങ്ങനെ പറഞ്ഞത്? അവൾ പഠിത്തം പൂർത്തിയാക്കിയില്ലെന്ന് വരും. അത് പറയുമ്പോൾ ഗംഗാധരൻ്റെ മുഖം മകൻ്റെ മുഖത്തായിരുന്നില്ല, മകളുടെ മുഖത്തായിരുന്നു. ഡാഡിയുടെ മിഴിയിലെ തീ അവൾ ഏറ്റുവാങ്ങി. ഡാഡിയുടെ മനസ്സും. ഡാഡി എന്താ അങ്ങനെ പറഞ്ഞത്? കലേഷ് ചോദിച്ചു. എടാ, ആ വീട്ടുകാർക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ പഠിത്തം നടത്താം. ഗംഗാധരൻ ഇപ്പോൾ മകൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി പുഞ്ചിരിച്ചു. അവളെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയിട്ട് അവർക്കൊരു പുണ്യവുമില്ലെന്ന് ആ വീട്ടുകാർക്ക് തോന്നിയാൽ പോരെ മോനെ? അവർ അങ്ങനെയുള്ളവരല്ല അച്ഛാ. അത് നിന്റെ തോന്നലാ മോനെ. തൊട്ടു മുൻപിൽ നിന്ന് ചിരിക്കുന്നവരെ പോലും തിരിച്ചറിയാൻ നിനക്ക് കഴിയില്ല, പിന്നെയാ മറ്റുള്ളവരെ. കലേഷിൻ്റെ മുഖം മങ്ങി. അവൾ പഠിച്ച് ഡോക്ടറാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിനക്കവളെ ഞാൻ തന്നെ മുന്നിൽ നിന്ന് വിവാഹം ചെയ്തു തരും. ഇല്ലെങ്കിൽ നീ ആ മോഹം കളഞ്ഞേക്ക്. കാരണം നീ ഞങ്ങളുടെ ഒറ്റ മോന. നിന്നെക്കുറിച്ച് നീ സ്വപ്നം കാണാത്ത ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങൾക്കുണ്ട് മോനെ. അതെനിക്കറിയാം ഡാഡി. ഡാഡിയുടെ ഒരു സ്വപ്നവും ഈ മകൻ തകർക്കില്ല. ഡാഡിക്ക് എന്നെ വിശ്വസിക്കാം, അത് മതി. മകൻ കാണാതെ ഗംഗാധരൻ കലയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൾ ആ ചിരി ഏറ്റുവാങ്ങി. ചെറുതായിന്ന് തലയനക്കി. കലേഷിന് അവിശ്വസനീയമായ ഒരു അമ്പരപ്പായിരുന്നു. ഡാഡി അറിഞ്ഞാൽ കലേച്ചി അറിഞ്ഞതിനേക്കാൾ പ്രശ്നമാകുമെന്ന് കരുതി. പക്ഷേ ഡാഡി തൻ്റെ മനസ്സറിഞ്ഞിരിക്കുന്നു. കലേച്ചിയെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു. അവൻ മമ്മായുടെ മുഖത്തേക്ക് നോക്കി. ചന്ദ്രമതി അവൻ്റെ കവളത്തൊന്ന് തൊട്ടു. എന്നിട്ട് മുഖം പിടിച്ചു കുനിച്ച് അതീവ സ്നേഹത്തോടെ നെറുകയിൽ മുത്തം വെച്ചു. ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ കുട്ടാ? അവൻ മറുപടി പറഞ്ഞതേയില്ല. മാർക്കറ്റിൽ പോയിരുന്ന അച്യുതൻകുട്ടിയുടെ പഴയ സ്കൂട്ടർ മുറ്റത്തെത്തി നിന്നു. പല വ്യഞ്ജനങ്ങളും മീനും ഒക്കെ അതിലുണ്ടായിരുന്നു. പുറത്തെ കത്തിയുരുകുന്ന ചൂടിൽ അയാൾ വല്ലാതെ വിയർത്തു കുളിച്ചിരുന്നു. മുറ്റത്ത് സ്കൂട്ടർ നിർത്തിയിട്ടും ആരെയും കണ്ടില്ല. സമയം 12 കഴിഞ്ഞിരുന്നു. അയാൾ തന്നെ സ്കൂട്ടറിൽ നിന്ന് സാധനങ്ങൾ നിറഞ്ഞ ബിഗ് ഷോപ്പറും മീൻ നിറഞ്ഞ ഷിമ്മിക്കൂടും എടുത്തു. മീൻ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് അച്യുതൻകുട്ടി മുൻവാതിലിലൂടെ കയറാതെ പിന്നാമ്പുറത്തേക്ക് നടന്നു. പിന്നിലൂടെ കിച്ചണിലേക്ക് കയറി അയാൾ കെട്ടുകൾ താഴ്ത്തി വെച്ചു. മണി, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുക്കടി. കെട്ടുകൾ താഴെ വെച്ചിട്ട് ഷിമ്മിക്കൂട് വർക്കിംഗ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഒരു ഗ്ലാസ് നിറയെ പച്ചവെള്ളവുമായി ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് അത് നീട്ടുമ്പോൾ മണിയമ്മയുടെ മിഴികൾ അയാൾ വെച്ച ഷിമ്മിക്കൂടിന്മേലായിരുന്നു. മീനും വാങ്ങിയോ? അവർ ചോദിച്ചു. ചന്തയിൽ കയറിയപ്പോൾ നല്ല അയില കണ്ടു, കുറേ വാങ്ങിയതാ. അത് പറയുന്നതിനിടയിൽ അച്യുതൻകുട്ടി അവരുടെ മുഖത്തേക്ക് നോക്കി.
വെയിലത്ത് വണ്ടി ഓടിച്ചു വന്ന തന്നേക്കാൾ കൂടുതൽ വിയർത്ത മുഖം, ധരിച്ചിരിക്കുന്ന ഇളം പച്ച നൈറ്റിയിൽ വിയർപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും നനവ്. അയാൾ ആകെ ഒന്ന് നോക്കി. തടയിൽ വാർത്തിട്ടിരിക്കുന്ന കലത്തിൽ ചോറ് കാണാം. എന്തൊക്കെയോ കറികൾ അടുപ്പത്ത് തിളയ്ക്കുന്നു. ഉണക്കമീനിൻ്റെയും സാമ്പാറിൻ്റെയും സമ്മിശ്ര ഗന്ധം. തോരൻ ഉണ്ടാക്കാനുള്ള അച്ചിങ്ങ ഒടിച്ചത് ഒരു പാത്രത്തിലിരിക്കുന്നു. പിന്നെയും എന്തൊക്കെയോ ജോലികൾ ബാക്കിയുണ്ട്. അടുക്കളയിൽ മണിയമ്മ തനിച്ചേയുള്ളൂ, മറ്റാരുമില്ല. അയാൾ താൻ കൊണ്ടുവന്ന ഷിമ്മിക്കൂടിലേക്ക് ഒന്ന് നോക്കി. പിന്നെ മണിയമ്മയുടെ പരവശതയിലും ചിരിക്കുന്ന മുഖത്തേക്കും. അയാൾ മെല്ലെ ഹാളിലേക്കിറങ്ങി. ശനിയാഴ്ചയാണ്, പ്രഭയ്ക്ക് ക്ലാസ്സുണ്ട്. ജ്യോതിക്കിന്ന് ക്ലാസ് ഇല്ലാത്തതാണ്. പക്ഷേ അവളെ താഴെ ഇങ്ങും കണ്ടില്ല. പ്രിയ എവിടെ? അയാൾ ഒന്ന് ശ്രദ്ധിച്ചു. അവൾ മുറിക്കുള്ളിൽ തന്നെയുണ്ട്. അച്യുതൻകുട്ടി മുറിയുടെ വാതിൽക്കിലേക്ക് ചെന്നു. നീ അവിടെ എന്തെടുക്കുക പ്രിയേ? അയാൾ അമർഷം ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ കുളിക്കുമായിരുന്നു. നിനക്കൂടെ അടുക്കളയിലേക്ക് ചെല്ലാൻ മേലായിരുന്നോ? മണി തന്നെ അടുക്കളയിൽ കിടന്ന് പാടുപെടുന്നത് നീ കണ്ടില്ലേ? അടുക്കളയിൽ അതിന് ഇത്രയേറെ പാടുപെടാനും മാത്രം പണി എന്താ ഉള്ളത്? അതറിയണമെങ്കിൽ നീ അടുക്കളയിലേക്ക് ചെന്ന് നോക്കണം. ഈ മുറിക്കകത്ത് തന്നെ ഇരുന്നാൽ പോരാ. കുളി കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോകാനൊരുങ്ങുമായിരുന്നു. അയാൾ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ഭാവിക്കാതെ അവൾ പറഞ്ഞു. അവളുടെ മുഖത്തുണ്ടായ ഇഷ്ടക്കേട് അച്യുതൻകുട്ടി ശ്രദ്ധിച്ചു. അയാൾ പിന്തിരിഞ്ഞു. പിന്നെ മകളെ തിരക്കി. അവൾ അവധി ആഘോഷിച്ച് മുകളിലായിരിക്കും. അത് തന്നെയാണ് മുകളിൽ ചെന്നപ്പോൾ കണ്ടതും. ലാപ്ടോപ്പിൽ സിനിമ കാണുന്ന മട്ടിൽ ബെഡിൽ ചാരി കിടക്കുകയാണവൾ. എന്നാൽ അവൾ അത് കാണുകയായിരുന്നില്ല. മൊബൈലിൽ ഫേസ്ബുക്ക് ഓണാക്കി അതിൽ ശ്രദ്ധിക്കുകയാണ്. ഫേസ്ബുക്കിൽ ഒരുപാട് ഫ്രണ്ട്സ് അവൾക്കുണ്ട്, കൂടുതലും പുരുഷ സുഹൃത്തുക്കൾ. അവരുമായിട്ടുള്ള ചാറ്റിംഗ് അവൾക്ക് ഒരു വിനോദവും നേരം പോക്കും മാത്രമല്ല, ഒരു വല്ലാത്ത ഹരം തന്നെയായി കഴിഞ്ഞിരിക്കുന്നു. അവളുടെ ദിവസത്തിൻ്റെ ഏറിയ പങ്കും അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് അവൾ ശ്രദ്ധിക്കുന്നേയില്ല. ജ്യോതി, അച്യുതൻകുട്ടി വിളിച്ചു. എന്താ അച്ഛാ? മൊബൈലിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ അവൾ വിളി കേട്ടു. എടി ജ്യോതി, അയാൾ ശബ്ദമുയർത്തി വിളിച്ചു. നടുങ്ങിയതുപോലെ അവൾ മുഖമുയർത്തി. മൊബൈൽ താഴെ ഉയർത്താതെ എഴുന്നേറ്റു. നീ എന്താടി കൊച്ചുകുട്ടിയെ പോലെ മൊബൈലിൽ കുത്തി കളിക്കുക? അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിനക്ക് അടുക്കളയിലോട്ട് വന്നാൽ എന്താടി? അടുക്കളയിലോട്ട് വന്നിട്ട് ഞാൻ എന്നാ ചെയ്യാനാച്ചാ? ചോദ്യം ഒട്ടും ഇഷ്ടപ്പെടാതെ നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് ജ്യോതി വീണ്ടും മൊബൈലിലേക്ക് ശ്രദ്ധിച്ചു. അത് കണ്ടപ്പോൾ അച്യുതൻകുട്ടിക്ക് രോഷം വന്നു. അയാൾ അവളുടെ കയ്യിൽ നിന്നും മൊബൈൽ പിടിച്ചെടുത്തു, കട്ടിലേക്കിട്ടു. എന്നാ ചെയ്യാനാണോ? 3 നേരവും ആഹാരം കഴിക്കണ്ടേ? അടുക്കളയിൽ വെച്ചുണ്ടാക്കാതെ ആഹാരം ടേബിളിൽ താനെ വരുമോടി? അതിന് അച്ഛൻ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? അമ്മയുണ്ടല്ലോ അടുക്കളയിൽ, എല്ലാം അമ്മ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെന്താന്നോ? അച്യുതൻകുട്ടി അവൾക്ക് നേരെ കൈ ചൂണ്ടി. കണ്ണിച്ചോരയുണ്ടോടി നിനക്ക്? അയാൾ ചോദിച്ചു. വെളുപ്പിന് 5 മണിക്ക് ഉണർന്നതാ. ഇപ്പോഴും അടുക്കളയിൽ പുകയ്ക്കുള്ളിൽ ആ പാവം. പാതിരാത്രിയായാലും പണി തീരില്ല. അതിനിടയിൽ തയ്ക്കണം. നിനക്കിന്ന് സ്കൂളിൽ പോകണ്ടല്ലോ. നീ ഇവിടെ ചെന്ന് അവളെ സഹായിച്ചാൽ അവൾക്ക് കുറേ ആശ്വാസം കിട്ടത്തില്ലേ? ചെറുപ്പാണോടി അവൾക്ക്? ഇത് കൊള്ളാം, ജ്യോതി ചോദിച്ചു. ഞാൻ ഈ മുറിയിൽ കുറച്ചു നേരം ഒന്നിരുന്നതിന് അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തുവാണോ? കുറ്റപ്പെടുത്തിയതാണോടി? കാര്യം പറഞ്ഞതല്ലേ. എന്ത് കാര്യം? ഞാനിവിടെ ഇല്ലായിരുന്നപ്പോഴും അമ്മ തന്നെയല്ലേ അടുക്കളയിൽ വെച്ചുണ്ടാക്കിയിരുന്നത്. പിന്നെ ഇപ്പോഴെന്താ ഒരു പുതുമ? ഞാനിവിടെ അടുക്കളയിൽ കയറിയേ പറ്റൂന്ന്? നിന്റെ അമ്മയാ ആ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നും അമ്മ തന്നെയല്ലേ കഷ്ടപ്പെടുന്നതെന്നാ ഞാൻ ചോദിച്ചത്. ഇനി അത് പറ്റില്ല. അച്യുതൻകുട്ടിയുടെ സ്വരം കടുത്തു. പറ്റില്ലെന്ന് പറഞ്ഞാൽ? ജ്യോതി അച്യുതൻകുട്ടിയോട് കയർത്ത് നിന്നു. സ്വന്തം ആവശ്യത്തിനുള്ള ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇനി മുതൽ ഇവിടെ നിൽക്കണ്ട. നിനക്ക് തൊടുപുഴയ്ക്ക് മടങ്ങിപ്പോകാം. ഇതെൻ്റെ തീരുമാനമാണ്. ജ്യോതി അമ്പരന്ന് മുഖമുയർത്തി. അവിശ്വസനീയതോടെ അവൾ ചോദിച്ചു. അച്ഛൻ എന്താ പറഞ്ഞത്? സ്വന്തം ആവശ്യത്തിനുള്ള ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇനി ഇവിടെ നിൽക്കണ്ടാന്ന്. എന്താ പറഞ്ഞത് കേട്ടില്ലേ? അച്യുതൻകുട്ടി രോഷാകുലനായി തന്നെ പറഞ്ഞു. ഇല്ല, ജ്യോതി അച്യുതൻകുട്ടിയോട് തറപ്പിച്ചു പറഞ്ഞു. അച്യുതൻകുട്ടി മകളെ തുറച്ചു നോക്കി. എന്താ പിന്നെ നിന്റെ ഉദ്ദേശം? എന്നും നിന്റെ അമ്മയെ കൊണ്ട് പണിയിപ്പിച്ച് തന്നെ തിന്നാനാണോ? അച്യുതൻകുട്ടി ശക്തമായി പറഞ്ഞു. ഇനി അത് നടക്കില്ല. നീ ഇന്ന് തന്നെ തൊടുപുഴയ്ക്ക് പോയേ പറ്റൂ. എൻ്റെ ഈ തീരുമാനത്തിന് മാറ്റമില്ല. കഴിക്കാനുള്ള ആഹാരം സ്വയം ഉണ്ടാക്കാൻ മനസ്സില്ലാത്ത ഒരുത്തിയും ആഹാരം കഴിക്കണ്ട. ജ്യോതി അച്ഛനെ പകച്ചു നോക്കി, ഒരു പുതിയ മനുഷ്യനെ കാണുന്നത് പോലെ. അടുത്ത ഭാഗം നാളെ.